നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പരസ്യ കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ദമ്പതികളെ UAE-യിലെത്തിച്ച് പെരുവഴിയിലാക്കിയ കൊല്ലം കുമ്പനാട് സ്വദേശികൾ നാട്ടിലേക്ക് കടന്നതായി പരാതി. ഇമിഗ്രേഷൻ നടത്തിയ പരിശോധനയിലാണ് ഇത് വെളിപ്പെട്ടതെന്ന് സാമൂഹ്യ പ്രവർത്തക ലൈല അബൂബക്കർ പറഞ്ഞു. കൊല്ലം സ്വദേശി 3 മാസം മുൻപും കുമ്പനാട് സ്വദേശി ശനിയാഴ്ചയുമാണ് നാട്ടിലേക്ക് കടന്നതെന്നാണ് രേഖ. 8 മാസം ഗർഭിണിയായ യുവതിയോടും ഭർത്താവിനോടും ദുബായ് അൽ ഗുബൈവയിൽ താമസം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചായിരുന്നു മുങ്ങൽ. പെരുവഴിയിലായ ഇവർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. ദമ്പതികൾ ഇപ്പോൾ ലൈലയുടെ വീട്ടിലാണ് കഴിയുന്നത്. ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലെ പരസ്യ കമ്പനിയിൽ ഭർത്താവിന് ഓപ്പറേഷൻസ് വകുപ്പിലും ഭാര്യയ്ക്ക് റിസപ്ഷനിലുമായിരുന്നു ജോലി വാഗ്ദാനം ചെയ്തിരുന്നത്. 7 മാസം ജോലി ചെയ്തിട്ടും ഇവർക്ക് ശമ്പളമൊന്നും നൽകിയിരുന്നുമില്ല. ഇതിനിടയിലാണ് കമ്പനിയിലെ ഉടമകളിൽ ഒരാളായ കൊല്ലം സ്വദേശിയെ കാണാതായത്. കഴിഞ്ഞ ദിവസം ഇവർ താമസിച്ചിരുന്ന കറാമയിലെ ഫ്ളാറ്റിന്റെ കരാർ അവസാനിച്ചിരുന്നു. ഗുബൈബയിൽ വേറെ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചായിരുന്നു കുമ്പനാട് സ്വദേശിയുടെ മുങ്ങൽ. അതേസമയം വ്യാജ വിസ തടയാനായി ഇന്ത്യക്കാർക്ക് തൊഴിൽ വിസയും ഓഫർ ലെറ്ററും പരിശോധിക്കാൻ എംബസി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി വെൽഫെയർ വിങ്ങിന്റെ കീഴിൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും പ്രവർത്തിക്കുന്ന പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രത്തിലാണ് വ്യാജ വിസ തടയാനുള്ള സൗകര്യമുള്ളത്. എല്ലാ പ്രവാസികൾക്കും ജോലി ലഭിച്ച് UAE-യിൽ എത്തുന്നതിന് മുൻപ് തന്നെ തൊഴിൽ വിസയും തൊഴിൽ കരാറും പരിശോധിച്ച് ഉറപ്പുവരുത്താൻ രേഖകൾ helpline@pbskuae.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അധികൃതർ അവ പരിശോധിച്ച് നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപേ UAE-യിലേക്ക് വ്യാജ തൊഴിൽ വിസകൾ നൽകിയ സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 17 പേരെയാണ് ഇവർ വ്യാജ വിസകൾ നൽകി UAE-യിൽ എത്തിച്ചത്. UAE-യിലെത്തിയ ശേഷം പരിശോധിച്ചപ്പോഴാണ് വിസ വ്യാജമാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇവരെ തിരിച്ചയക്കുകയായിരുന്നു. UAE സർക്കാരിന്റെ വെബ്സൈറ്റ് വഴിയും വിസയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ കഴിയുന്നതാണ്. വിസയുടെ കാര്യത്തിൽ സംശയമുള്ളവർ പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.